സ്ഥാപകദിനം ആചരിക്കുന്നു. സമസ്ത ജമിയത്തുലമയുടെ പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. ഇന്ത്യൻ ഖാൻ മുഫ്തി, സമസ്ത ജമിയത്തുലമ ജനറൽ സെക്രട്ടറി കാന്തപുരം ഉസ്താദ് ഉദ്ഘാടനം ചെയ്യും. സമസ്ത ജമിയത്തുലമയുടെ സെക്രട്ടറിമാരിൽ പ്രമുഖരായ പേരോട് അബ്ദുറഹ്മാൻ തഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള SVS സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം മസീർ ഉൾപ്പെടെയുള്ളവർ പ്രഭാഷണം നടത്തും. ഇതുവരെ സമസ്ത കേരള ജമിയത്തുലമയുടെ എല്ലാ പരിപാടികളിലും പ്രവർത്തനങ്ങളിലും മീഡിയയുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും പ്രചരണങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിന് അങ്ങേയറ്റം അഭിനന്ദനം പറയുന്നതോടുകൂടി എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. സർക്കാരിന്റെ മദ്യനയം ഒരു വലിയൊരു സർക്കാർ വിഷയമാണ്. മാത്രമല്ല, ഒരു ഭാഗത്ത് ലഹരിക്കെതിരായ തൂഫാൻ നടക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ഇളവ്. അതിനെ എങ്ങനെയാണ് ഇസ്ലാം എന്നെന്നും വീര്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പൂർണ്ണ മദ്യനിരോധനം നടപ്പിൽ വരുത്തണമെന്ന് ഞങ്ങൾ എക്കാലത്തും പറയുന്നതാണ്. ആ നിലപാടുകൾ ഞങ്ങൾക്ക് മാറാൻ കഴിയില്ല. അത് കിട്ടുന്ന ലാഭം അതിൻ്റെ എത്രയോ ഇരട്ടി വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വീര്യം കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും ശരി, പൂർണ്ണമായും അത് നിരോധിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ്. ഉമ്മുൽ ഖബായിസ് എന്നാണ് പ്രവാചക തിരുമേനിയെ വിശേഷിപ്പിച്ചത്, എല്ലാ തിന്മകളുടെയും മാതാവ്. സിറാജിലും എഡിറ്റോറിയലായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ സംഘടന എന്നുള്ള നിലയിലൊരു നിലപാട് ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഈ മദ്യനയം ശരിയാണോ തെറ്റാണോ എന്ന്. ഞങ്ങളുടെ സർക്കാരിന്റെ നയമാണല്ലോ ഇന്നലെ ഞങ്ങളുടെ മുഖപത്രമായ സിറാജിലൂടെ കൃത്യമായി എഡിറ്റോറിയലിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ സംഘടനയുടെ നയം ഏതായിരുന്നാലും ഇവിടെ മദ്യവും ലഹരിയും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഗുണകരമായ പ്രവർത്തനങ്ങളാണ് സർക്കാരും എല്ലാവരും നടത്തേണ്ടത്. അതിന് മറിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതായിരുന്നാലും ക്ഷന്തവ്യമല്ല, അതൊരിക്കലും അനുകൂലിക്കാൻ പറ്റുന്നതും അല്ല. അതിലെല്ലാവർക്കും നമ്മൾ മനസ്സിലാക്കിയത് ഭരണപക്ഷത്തുള്ളവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കൊക്കെ നാട്ടിൽ നന്മയും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആ നയം തിരുത്തപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായമാണ്. അത് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഈ സർക്കാരിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നോ? VD സതീശനിൽ നിന്നും വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉണ്ടാകുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? നമ്മളങ്ങനെ ഒരു പ്രത്യേക പ്രതീക്ഷയൊന്നും ആരിലും അർപ്പിക്കാറില്ല. ഏത് കാര്യങ്ങളും വരുമ്പോൾ അതാത് സമയത്ത് പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കും. നമ്മുടെ നിലപാട് നമ്മൾ പറയും. ഇതുപോലെ തന്നെയാണ് PSC വിഷയത്തിൽ നേരത്തെ ഒരുപാട് എതിർപ്പ് സംസ്ഥകളൊക്കെ എല്ലാ സംഘടനകളും ഒരുപോലെ എതിർത്ത ഒരു വിഷയമായിരുന്നു. അതിലും ഒരു മാറ്റമാണ് ഈ സർക്കാർ കാണിക്കുന്നത്. ആ വിഷയത്തിൽ എന്താണ്? ആ വിഷയത്തിൽ നേരത്തെ ഇവിടെ കഴിഞ്ഞ സർക്കാർ അതിൽ MOU ഒപ്പിട്ടതിന് ശേഷം വളരെ എതിർപ്പുകളും എതിരഭിപ്രായങ്ങളും അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നുമൊക്കെ പൊതുവേ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങിയാണ് ഉണ്ടായത്. അതിൻ്റെ ശേഷം അന്ന് എന്തൊരു കാരണത്താലാണോ അതിനെ എതിർക്കപ്പെട്ടത്, ആ കാരണങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല എന്നാണ്
നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സ്ഥിതിക്ക് പിന്നെ വിഷയത്തിലും മാറ്റം വരേണ്ടതും നിലപാടിന് മാറ്റം വരേണ്ടതും ഇല്ലല്ലോ. അല്ല, മാറ്റം വരുത്തി എന്ന രീതിയിലാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. കാര്യം നടപ്പിലാക്കും, പക്ഷേ അന്ന് ഒപ്പിട്ട രീതിയോടായിരുന്നു ഞങ്ങൾക്ക് എതിർപ്പെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒപ്പിട്ട രീതി എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാതെ പറയുന്നതിന് അർത്ഥമില്ലല്ലോ. ഇതിപ്പോ ഈ 3 കാര്യങ്ങളുണ്ട്. ഒരു സർക്കാർ അധികാരത്തിലേറെ 1 മാസത്തിനുള്ളിൽ തന്നെ ഒന്ന് സ്വകാര്യ മേഖലയ്ക്ക് ഒരുപാട് വരാൻ അവസരം കൊടുക്കുന്നു, PNC ഒപ്പിടുന്നു, 3 മദ്യനയം. ഈ 3 കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ ഒരുപോലെ വരുമ്പോൾ ഇതൊരു തുടക്കം നന്നായി തോന്നുന്നുണ്ട് സർക്കാരിന്. അതില് ഈ PMC പദ്ധതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾ മുഴുവൻ അക്ഷരാഷ്ട്രീയം, മതസംഘടനകൾ എല്ലാവരും അന്ന് എതിർക്കുന്നതിന് കാരണമുണ്ടാകും. ആ കാരണം ഇന്നും നിലനിൽക്കുന്നു. കാരണങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. സർക്കാർ പിൻവാങ്ങാൻ എന്തുകൊണ്ട്, കഴിഞ്ഞ സർക്കാർ MOU ഒപ്പിട്ട് പിൻവാങ്ങിയത് എന്തുകൊണ്ട്, ആ കാരണം അന്ന് പറഞ്ഞ കാരണം ഇന്നും നിലനിൽക്കുന്നു. ഭരണപക്ഷം പ്രതിപക്ഷവും പ്രതിപക്ഷം ഭരണപക്ഷവുമായ ഒരു പക്ഷമാറ്റം അല്ലാത്ത ഒന്നും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ അന്ന് പറഞ്ഞ കാരണങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നമ്മൾ കാണുന്നില്ല. അത് പുനഃപരിശോധിക്കണം എന്നാ പറയാം. ഇന്നലെ അറിയിച്ചു. ഈ ഇതിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. ഒരു ഭാഗത്ത് ലഹരിക്കെതിരായ 10 കോടി ബജറ്റിൽ തൂഫാൻ നടത്തുന്നു, മറുഭാഗത്ത് വീര്യം കുറഞ്ഞതെന്ന് പറഞ്ഞ ലഹരി കൂടുതൽ വിൽക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. ആ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് പ്രസ്ഥാനം കാണുന്നത്? ഞങ്ങളുടെ നിലപാട് ഏത് വീര്യം കൂടിയതും കുറഞ്ഞതും എല്ലാ മദ്യവും നിരോധിക്കണം, പൂർണ്ണമായും നിരോധിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് അന്നും ഇന്നും എന്നും അതിൽ ഞങ്ങൾക്കൊരു മാറ്റവുമില്ല. അത് ഏത് സർക്കാരിലൂടെ വന്നാലും പൂർണ്ണമായും നടപ്പിൽ വന്നിട്ടില്ല. അത് നടപ്പിൽ വരുന്നത് വരെയും ഞങ്ങളതിന് വേണ്ടി ശബ്ദിക്കും. ഞങ്ങളതിനു വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ രേഖപ്പെടുത്തും നിയമപരമായി. എല്ലാ വിഷയങ്ങളും അറിയിക്കേണ്ടതെല്ലാം ഞങ്ങളുടെ എല്ലാം ആധികാരികമായി തന്നെ ഗവൺമെന്റ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഇവരറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെല്ലാം എഴുതി അറിയിച്ചിട്ടുണ്ട്. ഈ എന്തായിരുന്നു അവരുടെ ഭാഗത്തുള്ള പ്രതികരണം? പരിശോധിക്കാമെന്ന് മാത്രം അന്വേഷിക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. സ്ഥാപക ദിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അത് വരുന്ന ജനുവരി. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.